വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഇന്ന് വരയ്ക്കും അവർ ഒരു വീഡിയോ ക്ലിപ്പിങ്ങുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. ആര് കൊന്നു തള്ളി എന്നാണ് ചോദ്യം, പിതാവിൻ്റെ ചോദ്യം രോദനത്തോടെയുള്ള. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല. ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. നിങ്ങളെല്ലാം അത് പുറത്തു കൊണ്ടുവരണം. പക്ഷെ ഡോക്ടർ എന്ന് പറയണ അവനിനി ഡോക്ടറായിട്ടിരിക്കാനുള്ള ഒരു പദവിയുമില്ല. ആര് ഡോക്ടർ റാമെന്ന് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്? ഡോക്ടറല്ല അവൻ, കൊലയാളി റാം, നരാധമൻ റാം. അവനെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകനെ ഏത് രീതിയിൽ പീഡിപ്പിച്ചോ അവൻ ആ രീതിയിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ പീഡിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവനെ വീണ്ടും പുറത്തു കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അത് നടക്കൂല. അവനെ അങ്ങേയറ്റം പ്രമാദകരമായ ഏത് വിധത്തിലുള്ള ശിക്ഷയാണ് അത് തന്നെ വാങ്ങിക്കൊടുക്കണം. വധശിക്ഷയെങ്കിൽ വധശിക്ഷ. ഇന്ന് പോത്തുണ്ടി കേസിലെ ഇന്ന് വിധി പറയുന്ന ദിവസമാണ്. അതുപോലെ ഈ ആശ്വാസകരമായ ഒരു വിധി ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിലുപരി എൻ്റെ കുടുംബത്തിൻ്റെ ആ നഷ്ടം, തീരാനഷ്ടം ആര് നികത്തി തരും? ഒരു കോളേജ് നികത്തി തരുമോ? മാനേജ്മെന്റ് നികത്തി തരുമോ? ആര് നികത്തി തരൂല. നഷ്ടം തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകുന്നു, നീതിക്ക് വേണ്ടി. അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഈ 5 പേരെ കൂടെ പ്രതി ചേർത്ത് അവരുടെ അന്വേഷണം പുരോഗമിക്കാനാണ് പറഞ്ഞത്. പക്ഷേ കമ്മീഷന്റെ നേതൃത്വത്തിൽ, ADGPയുടെ നേതൃത്വത്തിൽ അതെല്ലാം അന്വേഷണം കണ്ണൂരിൽ നിന്ന് അട്ടിമറിച്ചു.